ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ മന്തിൻ്റെ നോക്കുകയാണെങ്കിൽ അതായത് ഏപ്രിൽ മന്തിൻ്റെ ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. എന്നാലും നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ലോ എല്ലാം പ്രൊട്ടക്റ്റഡാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസൈഡിൻ്റെ ഹൈ ഒന്ന് പ്രൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മന്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇനി എന്താണ് പ്രൈസ് നേരത്തെ തന്നത് ഇപ്പോഴും എല്ലാം, ഇപ്പോൾ SMC ആണെങ്കിലും എന്ത് പാറ്റേൺ ആണെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണെങ്കിലും ഈ പറയുന്ന ICT ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റും സ്മാർട്ട് മണി ട്രാപ്പും ട്രേഡേഴ്സും എല്ലാം ആരെന്ത് ട്രേഡ് എടുക്കണമെങ്കിലും ഒരു പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കണം. അപ്പോൾ ഒരു പാറ്റേൺ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് ബുള്ളിഷിലേക്ക് പോകാം, ബിയറിഷിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് ഇനി നോക്കാം. നമുക്ക് ഇവിടെ ഒന്ന് ഇന്ന് നോക്കിയിട്ട് മന്തിൻ്റെ നോക്കുമ്പോൾ വലിയൊന്നും കാണുന്നില്ല. 90-95 കാലഘട്ടത്തിലാണ്. അതിനുശേഷം പ്രൈസ് നമുക്ക് ഒന്നും കൂടി സൂം ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഹൈ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. 2011 ഞാനൊന്നും ട്രേഡിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പ്രൈസ് അതിന് ശേഷം പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈയിൽ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഒരു ഹൈ എടുത്തെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ജസ്റ്റ് ബോഡി ബ്രേക്ക് ചെയ്തെങ്കിലും പ്രൈസ് എന്ത് ചെയ്ത് ഒന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് കയറിപ്പോയേക്കണത്. അപ്പോൾ ഈ ഹൈന് ശേഷം ഉണ്ടായ നല്ലൊരു ഹൈ ആണിത്. അപ്പോൾ ഈ ഹൈയിൽ എന്താണ് സംഭവിച്ചേക്കണേന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ഇനി നമ്മൾ നിൽക്കുന്ന ഹൈയിൽ നിന്ന് പ്രൈസ് കയറിപ്പോകുമോ വീഴുമോ എന്ന് നോക്കാം. പക്ഷേ വീഴണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു വലിയൊരു വീഴ്ച ഉടനെ പ്രതീക്ഷിക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് എല്ലാം ഇപ്പോൾ വെള്ളിയിൽ തന്നെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗോൾഡാണ്. കറൻസി ആണെങ്കിലും ഗോൾഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ബാക്കിയുള്ള ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റം, അത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കച്ചവടങ്ങൾ പോലും ഗോൾഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഗോൾഡ് പെട്ടെന്നൊരു വലിയൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു വീഴ്ചയൊന്നും വീഴില്ല. എന്താണെന്ന് വെച്ചാൽ സ്റ്റേബിളായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ നിൽക്കും, എന്നതിന് ശേഷമായിരിക്കും പ്രൈസ് പതിയെ ഒരു താഴേക്ക് ഒരു പ്രൈസ് ഒന്ന് പുൾ ബാക്ക് എടുക്കണേ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഏരിയ നമ്മൾ പരിശോധിക്കുന്നത്. പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ 2011 ഓഗസ്റ്റിൽ വന്നതാണ്. അതിനുശേഷം പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ ക്യാൻഡിൽ ഇതാണ്. അതിന് മുമ്പുള്ള ക്യാൻഡിൽ 2013 മാർച്ച്. അപ്പോൾ ഏകദേശം മാർച്ച്, പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ ഏകദേശം 1.5 വർഷമാകുന്ന ടൈമിൽ ഈ ഒരു റേഞ്ചിൽ നിന്നെന്നുള്ളതാണ്. ആ റേഞ്ചിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാസം തന്നെ ഒരു പുൾ ബാക്ക് എടുത്തു, തിരിച്ച് കയറി, വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്തു. പുൾ ബാക്ക് നോക്കി ഈ രണ്ടെണ്ണം നല്ല ഹെവി ആയിട്ട് എടുത്തു. തിരിച്ച് കയറുന്ന അത്ര കാര്യമായിട്ടില്ല, 2 ക്യാൻഡിലും ഒക്കെയാണ് കയറുന്നത്. വീണ്ടും പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വന്നു, തിരിച്ച് വീണ്ടും കയറി. അതിനുശേഷം നല്ല എഫിഷ്യൻ്റായിട്ടാണ് പ്രൈസ് ഇറങ്ങി വന്നിരിക്കുന്നത്. നോക്കിയേ, ഇറങ്ങി വന്നതിന് ശേഷം ഈ ക്യാൻഡിൽ 2013 ഈ ലോ ഉണ്ടാക്കി നോക്കി 2010. അപ്പോൾ 3 വർഷമായിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, പതിയെ വീണു. അതിനുശേഷം പ്രൈസ് ഈ ലോയിൽ നിന്നും ഈ ഹൈ ബ്രേക്ക് ചെയ്യുക. അതായത് 2016 നിന്ന് പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ഉണ്ടാക്കിയിരിക്കുന്നത് 2020. അപ്പോൾ ഒരു 6 വർഷമായിട്ട് പ്രൈസ് കയറി തിരിച്ച് അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ഹൈ ഉണ്ടാക്കി നിന്നിട്ട് നിങ്ങൾ നോക്കിയൊരു 1.5-2 വർഷം പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുത്ത് നിന്നു അവിടെ, ഒരു സപ്പോർട്ട് എടുത്ത് നിന്നു. ആ സപ്പോർട്ടിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു 3 വർഷം കൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഏകദേശം ഒരു 4-5 വർഷത്തോളം പ്രൈസ് എന്തായിരുന്നു, ഒരു ബിയറിഷിലേക്കായിരുന്നു. 2 വർഷം പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തു, ആ പൊസിഷനിൽ നിന്നു. അപ്പോൾ ഇതേപോലെ വീഴുള്ളൂ. ഇതിനേക്കാളും സപ്പോർട്ടീവായി ഇനി വീഴാൻ പോകുന്നത് ഈ വർഷങ്ങൾ പോലെ അല്ല ഗോൾഡിന്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ബൈയിങ് നടന്നിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലഡ്ജ് ചെയ്യപ്പെടുന്നതും എല്ലാം ഗോൾഡിലാണ്. ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഇതൊരു വലിയൊരു വീഴ്ച വീഴണമെങ്കിൽ ലോകത്തിൽ തന്നെ ശരിക്കും നല്ലൊരു ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഴ്ചയിനേക്കാൾ ഇച്ചിരിയും കൂടി ഭേദപ്പെട്ട വീഴ്ചയ്ക്കും പ്രൈസ് തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വന്നതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിലും ആ ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം, എവിടം വരെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് വീണ നേരത്ത്, നമുക്ക് ഇവിടെ ഇൻസൈഡായിരുന്നു, ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു, സെക്കൻഡ് ലോ എടുത്തതിന് ശേഷമാണ് പ്രൈസ് കയറിയത്. തേർഡ് എടുത്തിട്ടില്ല, നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് ടച്ച് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ഒരു IDM എടുത്തു, പ്രൈസ് എന്ത് ചെയ്തു, ഒരു ഡിസിഷൻ OBയിൽ വന്ന് കയറി. ആ OB ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് കയറി. പെട്ടെന്നൊന്നും കയറിയില്ല. ആ OBയിൽ വന്ന് നിന്നത് 2013, അവിടെ നിന്ന് കയറി തുടങ്ങി 2016. 3 വർഷത്തിനുള്ളിലാണ് അത് അവിടെ നിന്ന് ആ ഒരു OB 3 വർഷം എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ നമുക്ക് ഈ ലോയിൽ നിന്ന് ഈ ഒരു IDM എടുത്തു, ഈ ഒരു ഡിസിഷൻ OB ഇതിപ്പോൾ നമുക്ക് വച്ച് നോക്കണമെങ്കിൽ ഏകദേശം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങോട്ടൊന്നും വരാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇങ്ങോട്ടൊക്കെ വന്ന് കിട്ടിയാൽ ഭയങ്കര ഭാഗ്യം.
അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെ തന്നെ പ്രൈസ് കയറും. അതായത് 2200 എന്നുള്ള ഒരു പൊസിഷനിലേക്ക് പ്രൈസ് ചിലപ്പോൾ 2-3 വർഷം കൊണ്ട് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹൈ ഇവിടെ തന്നെ നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 3500 എന്നുള്ള അവിടെ നിന്ന് പ്രൈസ് ഇറങ്ങി ചിലപ്പോൾ അവിടെ ഡിസിഷൻ ഓബി എടുത്തതുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഈ ഐഡിയും എടുത്തിട്ടും പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കാം. വീണ്ടും അതിൻ്റെ ലോ എടുത്തതിന് ശേഷമായിരിക്കും പ്രൈസ് കയറുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വരുള്ളൂ, ചിലപ്പോൾ അതിൽ കൂടുതൽ വരാനും സാധ്യതയില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്കൊരു പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ പ്രൈസ് ബുള്ളിഷാണ്. ബൈ സൈഡിലേക്കുള്ള ട്രേഡ്സുകൾ നോക്കി നിങ്ങൾക്ക് ഈ ലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് വീക്കിലേക്ക് വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു സ്റ്റഡി ചെയ്തതാണ്. ഒരുപാട് പേര് ഇനി ബിയറിഷ് ആവുക നോക്കിയോ നമ്മൾക്ക് പുറകിലേക്കുള്ള ചാർട്ട് നോക്കിയാൽ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ പരമായിട്ട് നമ്മൾ നോക്കണം എന്താണിപ്പോൾ ഗോൾഡിൻ്റെ സ്ഥിതി. അതുകൊണ്ട് പെട്ടെന്നൊന്നും വീഴില്ല ഗോൾഡിൻ്റെ. ഇപ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രൈസ് കയറിപ്പോയിക്കണം. നോക്കിക്കഴിഞ്ഞാൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഈ കയറ്റം പോലെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കയറിക്കണം. എല്ലായിടത്തും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പ്രൈസ് കയറിക്കണം. ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടായി, അത് പ്രൈസ് ഒന്ന് തിരിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രൈസ് ഇങ്ങനെ വന്ന് ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടെയൊക്കെ നിന്നു. അപ്പോൾ പെട്ടെന്നൊന്നും നിങ്ങളൊരു വലിയൊരു വീഴ്ചയൊന്നും നോക്കണം. ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു $50, $60 വീഴ്ചയൊക്കെ ഉണ്ടാവും. തിരിച്ചത് റിയാക്ട് ചെയ്യും. അപ്പോൾ അതേപോലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീക്ക് കണ്ടു, വീക്ക് ഒരു ബുള്ളിഷാണ്, മന്ത് ഒരു ബുള്ളിഷാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്ക് നോക്കിയാൽ ഈ ഒരു റേഞ്ചിൽ പ്രൈസ് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏപ്രിൽ മുതലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ വീക്കിലാണെന്നുണ്ടെങ്കിലും വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്തില്ല. നമുക്ക് ഡേയിലേക്ക് നോക്കാം. ഇപ്പോൾ ഒരു ദിവസം എത്ര വോളിയം വരേണ്ടെന്ന് നോക്കാം. പ്രൈസ് ഇങ്ങനെ നല്ല ബുള്ളിഷിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്യാൻഡിൽസ് വളരെ ചെറുതാണ്. ഇവിടെ ഞാനിത് പറയുന്നത് പറഞ്ഞാൽ പ്രൈസ് ബുള്ളിഷിലേക്കോ നല്ലൊരു ബിയറിഷിലേക്കോ മൂവ് ചെയ്യുമ്പോൾ ക്യാൻഡിൽസ് എല്ലാം വലുതാണ്. അപ്പോൾ അതുവരെയുള്ള ക്യാൻഡിൽസിൻ്റെ 3-4 ഇരട്ടി, അതായത് ഇവിടെ ഒരു $20 മൂവ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ $60 മൂവ്മെൻറ്റ്സ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ആൾക്കാർ ട്രേഡ് എടുക്കും. ഇങ്ങനെ കയറുമ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ എനിക്ക് വലിയ പ്രോഫിറ്റ് കിട്ടാം. പക്ഷേ പ്രൈസ് ഇങ്ങനെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന സമയത്ത് ചില ദിവസം വലിയ ക്യാൻഡിലും ചില ദിവസം ഇതേപോലെ ചെറിയ ക്യാൻഡിൽ. അപ്പോൾ ഈ ചെറിയ ക്യാൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കൗണ്ട് കൂടുന്നത്. നോക്കിയേ, ആ സമയത്ത് നിങ്ങൾ കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡൊക്കെ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ്, നമ്മൾ RR നോക്കിയിട്ടല്ല ഫസ്റ്റ് സെക്കൻഡ് പ്രോഫിറ്റ് നോക്കണ്ട, അപ്പോൾ പിപ്സ് നോക്കിയിട്ടല്ല നോക്കണ്ട. നമുക്ക് ടാർഗറ്റുകളെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഹൈ, നെക്സ്റ്റ് OB, അങ്ങനെയുള്ള നെക്സ്റ്റ് POIകളൊക്കെയാണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മളൊരു നല്ല ബുള്ളിഷ് മാർക്കറ്റ്, നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സ് ഉള്ള മാർക്കറ്റിൽ നമ്മളൊരു ഫസ്റ്റ് ഹൈ എന്നൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ $20, $25, $30, $40 വരെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഒരു $8 ആയിരിക്കും. അപ്പോൾ അത് ടാർഗറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുന്നത് മാത്രം കാണും, പ്രോഫിറ്റ് കാണും, പക്ഷേ അതൊരിക്കലും ബുക്ക് ചെയ്യില്ല, ലോസിൽ പോകും. കണ്ടോ, വളരെ ചെറിയ ക്യാൻഡിൽസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണ്, ഓരോ സെക്ഷൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് പഠിക്കുക. ആ സെക്ഷനിലാണ് എടുക്കുന്ന ട്രേഡെങ്കിൽ ആ സെക്ഷൻ്റെ മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള കഴിഞ്ഞ ഒരു 5 ദിവസത്തെ സെക്ഷൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ച് ടാർഗറ്റ് വെച്ച് ഇറങ്ങേണ്ടതാണ്. ഇപ്പോഴും പ്രൈസ് നോക്കിയാൽ ബൈ സൈഡിലേക്ക് നമുക്ക് ട്രേഡുകൾ തരുന്നുണ്ട്, അതേപോലെ സെൽ സൈഡിലേക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ബൈ സൈഡിലേക്കുള്ളത് ഇച്ചിരി കൂടി ഹൈ പ്രയോറിറ്റി എന്ന് വെച്ചാൽ പ്രൈസ് എപ്പോൾ വേണമെങ്കിലും കുറച്ചും കൂടി കയറുക. അതേപോലെ നമ്മൾ സെൽ സൈഡ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ സൈഡ് മാത്രം എടുത്ത് ഹോൾഡ് ചെയ്തേക്കും. അപ്പോൾ 2 സൈഡിലേക്കും ട്രേഡ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ്, ഞാൻ ബൈ സൈഡ് മാത്രം നോക്കി നിന്നു, പക്ഷേ എനിക്ക് സെൽ സൈഡ് എടുക്കാൻ പറ്റിയില്ല. ഈ ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സെൽ സൈഡ് മാത്രം നോക്കി നിന്നു, ബൈ സൈഡ് എടുത്തില്ല. അപ്പോൾ ഓരോ ആഴ്ചയും മാറുന്ന കാണാം. ഒരു 5 ദിവസം കൂടുമ്പോൾ ഒരു ബിയറിഷ് ബുള്ളിഷ്, ബിയറിഷ് ബുള്ളിഷ്, ബിയറിഷ്, ഇങ്ങനെ ചിലപ്പോൾ 2 ആഴ്ച ബിയറിഷ്, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നോക്കാൻ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മാർക്കറ്റിൽ വരുന്ന ഓരോ ചേഞ്ചസ്, ഓരോ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ പ്രൈസ് ഫുൾ ബാക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ പ്രൈസ് ഫുൾ ബാക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ബിഗ് ബ്രേക്ക് ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഈ ബിഗ് ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താ, ഈ ഹൈ വരെ പോയി ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ബോഡി ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, പ്രൈസ് ചിലപ്പോൾ ഈ ഹൈ വരെയൊക്കെ പോകാനുള്ള സാധ്യതയുള്ളൂ. റിയാക്ട് ചെയ്യും, പക്ഷേ എങ്ങനെ റിയാക്ട് ചെയ്യും, ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ്. ഇനിയും പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഡേയുടെ ഓർഡർ ബ്ലോക്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ചിലപ്പോൾ ഈ ഒരു ഹൈ വരെയൊക്കെ പ്രൈസ് പോകാം, അല്ലെങ്കിൽ ഈ ഹൈ ഒന്ന് ലിക്വിഡേറ്റ് ചെയ്തൊക്കെ വരാം, ചിലപ്പോൾ കയറിയും പോകാം. അപ്പോൾ ഇനി ഒരു ലോങ് ടൈം ട്രേഡ് എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ട്രേഡുകൾ എടുക്കുക. അല്ലാത്ത ട്രേഡുകൾ ഒരു പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കുക. ബൈ സൈഡും സെൽ സൈഡും പിടിക്കുക. ഞാൻ ആ സ്റ്റുഡൻറ്റിൻ്റെ പറഞ്ഞ വേറെ ഒന്നുമല്ല. അപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് വെറുതെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ പിന്നത്തെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോൾ 2 സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ നോക്കി. അപ്പോൾ 2 സൈഡിലേക്കും പ്രോഫിറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, PNLലേക്ക് ആ പ്രോഫിറ്റുകൾ ആഡായി. അപ്പോൾ ഈ വീക്ക് പ്രോഫിറ്റിൽ കിട്ടി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡിലേക്ക് മാത്രം ട്രേഡ് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആ സൈഡിലേക്ക് മാത്രം ട്രേഡ് എടുക്കുക, ആ സൈഡിലേക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊക്കെ ഹോൾഡ് ചെയ്യും. 2 സൈഡിലേക്കും എടുക്കുമ്പോഴത്തേക്കും
എടുത്തിട്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യരുത്. നിങ്ങളൊരു 30% ആണെങ്കിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്ത് അത് ബ്രേക്കിന് അടിച്ച് പോകണമെങ്കിലും കുഴപ്പമില്ല. മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് പ്രോഫിറ്റ് എടുക്കുക. പ്രൈസ് ബുള്ളിഷിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ബൈ എൻട്രീസ് പിന്നെ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് പിന്നെ കിട്ടുമല്ലോ. പിന്നെ ധൈര്യമായിട്ട് അത് എടുത്ത് ഹോൾഡ് ചെയ്യണേ നല്ലത്. അല്ലാതെ കിട്ടിയ എൻട്രി ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസും ബ്രേക്ക് ഇവൻ അടിക്കുന്നതോടെ നമ്മുടെ ക്യാപിറ്റലിനെ ബാധിക്കും, നമ്മുടെ PNL പ്രോഫിറ്റ് കയറാതെ വരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് 4 hourലേക്ക് വരാം. 4 hourലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഈ ലോയിൽ നിന്ന് ഇൻറ്റേർണൽ ഐഡിയം എടുത്ത് പ്രൈസ് റിയാക്ട് ചെയ്തു, ഈ ലോയിൽ നിന്ന് ഇൻറ്റേർണൽ ഐഡിയം എടുത്തു പ്രൈസ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡേയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഏറ്റവും വളരെ ലോയിലാണ് ശരിക്കും എൻ്റെ 1 hour സ്ട്രക്ചറിൻ്റെ OB കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണലായി. ഈ ഇൻറ്റേർണലിലത്തെ മൂവ്മെൻറ്റ്സുകൾ നമുക്ക് എടുത്തു പോകേണ്ട. ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സുകളുടെ ട്രേഡുകൾ എടുത്താൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പ്രൈസ് കയറി അല്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് പ്രൈസ് ചെയ്യുന്നു. ഈ ഹൈ ബോഡി ബ്രേക്കും ചെയ്ത് കഴിക്കണേ. നെക്സ്റ്റ് പ്രൈസ് നോക്കിയാൽ പിന്നെ നമുക്കിവിടെ ഇൻറ്റേർണലൊക്കെ നോക്കണമെങ്കിൽ ഒരു ബിയറിഷ് മൂവ്മെൻറ്റിനെ ബുള്ളിഷ് മൂവ്മെൻറ്റ് ബ്രേക്ക് ചെയ്തു. ഒരു ഇൻറ്റേർണൽ ഓർഡർ ഫ്ലോയാണ്, നല്ലൊരു ഓർഡർ ഫ്ലോയാണ്. ആ പ്രൈസ് ആ ഒരു പൊസിഷനിൽ നിന്ന് കയറി. ഇപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ 1 hour നോക്കണമെങ്കിൽ ഇവിടെ OBയോ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഒന്നും ഇല്ല, പക്ഷേ ഓർഡർ ഫ്ലോ ഉണ്ട്. പ്രൈസ് ബുള്ളിഷിലാണ് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ ബുള്ളിഷിലാണ് പോകണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇതിക്കാറാം. പക്ഷേ ഇൻറ്റേർണൽ എടുക്കുമ്പോൾ പ്രീവിയസ് ഹൈയാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഹൈയും പിടിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ ഈ ട്രേഡ് എടുത്ത് ഈ ഹൈയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഹൈയും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാതെ ഒന്നെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതെടുത്തിട്ട് ഈ ക്യാൻഡിലിൻ്റെ ഇവിടം വരെയൊക്കെ വെച്ചിട്ട് പോകുക. ഇൻറ്റേർണലാണ് നമ്മൾ എക്സ്റ്റേണൽ എടുക്കുന്നത് പോലെ മെയിൻ സ്ട്രക്ചർ എടുക്കുന്നത് പോലത്തെ ട്രേഡ്സുകൾ എടുക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ ബിയർഷിലേക്ക് പോകുമെന്ന് പറഞ്ഞത് അത് പറയാമെന്ന് വെച്ചാൽ ഇനിയൊരു ചിലപ്പോൾ നിങ്ങളൊരു 3 വർഷമോളം നിങ്ങൾ ചിലപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്സിന് വേണ്ടി ചിലപ്പോൾ 1 വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എന്തിനാണ് അത് നോക്കിയിരിക്കണത്? നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് ആ ഓരോ മൂവ്മെൻറ്റ്സും ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് പോകട്ടെ. പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ബിയർഷിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ പരമാവധി ഒരുപാട് ലോങ് ടൈം ഹോൾഡ് ചെയ്യണം, ബുള്ളിഷ് എൻട്രികൾ ഹോൾഡ് ചെയ്യുന്നതാണ് ബെറ്റർ. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇവിടെയൊക്കെ 50 മിനിറ്റിൻ്റെ ഈ ഐഡിയം എടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ ഐഡിയം എടുത്തിട്ട് ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു OB കാണാം. മനസ്സിലായോ? ഈ ജസ്റ്റ് ഐഡിയം എടുത്തിട്ടാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഡിസിഷൻ OB ആയിട്ട് വരുന്നത്. അങ്ങനെ അല്ല, നേരെ ബോഡി ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിലേക്ക് കയറണമെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രൈസ് ഇറങ്ങുക. ഏറ്റവും നല്ലൊരു സെറ്റപ്പാണ്. ഐഡിയം എടുത്ത് ഐഡിയമിൻ്റെ മേളിലൊരു OB ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ OB ആയിട്ട് നമുക്ക് എടുക്കില്ല. എന്നാലും ആ ഐഡിയം ബോഡി ബ്രേക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു എൻട്രി സെറ്റപ്പ്, ഹൈ പ്രയോറിറ്റി. പ്രൈസ് അവിടെ നല്ലൊരു പുൾ ബാക്ക് എടുക്കാൻ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ന്യൂസിന് ശേഷം NFEയുടെ ന്യൂസിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ എടുത്ത് പറഞ്ഞതാണ് ബൈ എടുത്തിട്ട് ഹോൾഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രോഫിറ്റ് മെയിൻ ടാർഗറ്റ് എടുക്കാതെ പോകാം, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരാം. കൂടുതൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാധ്യത, എൻ്റെ ടെക്നിക്കൽ പരമായിട്ട് സാധ്യത പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ്. പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങി. നമ്മൾ ഈ ട്രേഡൊന്നും എടുത്തൊന്നും ഇല്ല, നമുക്കിത് അറിയാമെങ്കിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെക്നിക്കൽ പരമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു സെല്ല് കിട്ടിയെന്ന് വിചാരിക്കും. കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യും. നമ്മളെവിടേക്ക് നമ്മളിപ്പോൾ ന്യൂസിന് മുമ്പാണെങ്കിൽ ഇവിടേക്ക് ഇച്ചിരി ഇറക്കി ബ്രേക്ക് യൂൺ ഇടുക. അപ്പോൾ എങ്ങാനും നല്ല രീതിയിൽ സ്ലിപ്പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ലോസ് വരരുത്. അങ്ങനെ ബ്രേക്ക് യൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല പ്രോഫിറ്റിലും ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേ പറയാനുള്ള രണ്ട് സൈഡിലേക്കുള്ള ട്രേഡുകൾ നോക്കുക. 50 മിനിറ്റിൻ്റെ ചോക്ക് കിട്ടിയതൊന്നും നോക്കണ്ട. പ്രൈസ് ഇനിയും 50 മിനിറ്റിൻ്റെ ഏതെങ്കിലും ഒരു OBയിലൊക്കെ പ്രൈസ് വന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ നിന്നൊക്കെ നല്ലൊരു ബൈയൊക്കെ നിങ്ങൾക്ക് നോക്കാം. പ്രീവിയസ് ഹൈയൊക്കെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് കറൻസിയുടെ നിലപാട് എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് പൗണ്ടിൽ എന്താണോ ഈ മാസം സംഭവിച്ചേക്കണേന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് നോക്കിയാൽ ഇതേ ഒരു ചാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഗോൾഡിലും ഉണ്ടായത് ന്യൂസിന് ശേഷം അതിന് മുമ്പായിട്ട്. അപ്പോൾ ഈ ഒരാഴ്ച വലിയ മൂവ്മെൻറ്റ്സ് ഇല്ല, ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ ആഴ്ച അവസാനിക്കുന്ന ടൈമിൽ നിന്നേച്ചത്. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ട് ഓൾറെഡി നല്ല ബുള്ളിഷ് ആയിരുന്നു. ഈ മാസം തുടങ്ങിയിട്ട് ചെറിയൊരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് വീക്ക് നോക്കണമെങ്കിൽ ആ പുൾ ബാക്ക് നമുക്ക് കാണാം. പക്ഷേ പ്രൈസ് നല്ല ബുള്ളിഷാണ്. നിങ്ങൾക്ക് ഈ വീക്കിൻ്റെ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ലിക്വിഡിറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പുൾ ബാക്ക് പ്രൈസ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസിഷൻ OB ഉണ്ട്. അല്ലെങ്കിൽ ലിക്വിഡിറ്റി എടുത്തു കഴിയുമ്പോൾ ഓൾറെഡി ഈ ക്യാൻഡിൽ ടച്ച് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഹൈ പ്രയോറിറ്റി എൻട്രി സെറ്റപ്പാണ്. ഇവിടെ നിന്ന് നേരെ കയറിപ്പോകാം. അത് പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രേഡൊക്കെ നോക്കാം. ഇപ്പോൾ ഡേയുടെ നോക്കണമെങ്കിൽ ഡേയുടെ ഒരു ബിയറിഷ് OBയിൽ നിന്ന് പ്രൈസ് വന്നു. നല്ല ബുള്ളിഷിലാണ് നിൽക്കുന്ന ബിയറിഷ് OBയിൽ വന്നു. അവിടെ നല്ല റെസിസ്റ്റൻസ് എടുത്തു. പക്ഷേ അവിടെ ആ OB ഇപ്പോഴും ആക്റ്റീവാണ്. നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ബൈ എടുക്കുകയും ചെയ്യാട്ടെ. ഇവിടെ ഇൻറ്റേർണൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ലിക്വിഡിറ്റി നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഐഡിയ ഒന്നും ഇല്ല. എന്നാലും ഇതൊരു ഹൈ പ്രയോറിറ്റി OBയാണ്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ട്രേഡിൽ കയറാം. അപ്പോൾ അങ്ങോട്ട് നിങ്ങൾക്ക് സെല്ല് കിട്ടണമെങ്കിൽ, സാധ്യത കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലും നോക്കാം. ഇവിടെ നോക്കി ഇവിടെ 4 ഹവറിൻ്റെ OB ഉണ്ട്. 4 ഹവറിൻ്റെ OBയിൽ നിന്നും പ്രൈസ് 4 ഹവറിൻ്റെ OB ആക്റ്റീവാണ്. ഇങ്ങാനും പ്രൈസ് ഈ ലിക്വിഡിറ്റി
ലിക്വിഡിറ്റി ഹൈയും എടുത്തിട്ട് പ്രൈസ് ഇങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ താഴേക്ക് നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. ചിലപ്പോൾ സെല്ല് നോക്കിയാൽ വീണ്ടും പ്രൈസ് കയറിയേക്ക് വരാൻ ന്യൂസിൽ. അപ്പോൾ പ്രീവിയസ് ലോയൊക്കെ ടാർഗറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. നമുക്ക് 1 അവറിലേക്ക് വന്നെ 1 അവറിൽ പ്രൈസ് ചേഞ്ച് ഓഫ് കാറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ല് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് ഇറങ്ങാം. ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടോ ഈ 4 അവർ ചേഞ്ച് ഓഫ് കാറ്റ് തന്നിട്ടുണ്ട്. 4 അവറിൽ IDM എടുത്തിട്ടോ IDM എടുക്കുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എവിടെയെങ്കിലും നമ്മുടെ ഒരു ഡിസിഷൻ ലോബിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ നമുക്ക് ഇച്ചിരിയും കൂടി മൂവ്മെൻറ്റ്സ് കിട്ടാവുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓരോ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഒരു സെല്ല് കിട്ടി, പ്രീവിയസ് ലോ വരെയൊക്കെ പോയിട്ടായിരിക്കും തിരിച്ച് ചെയ്യണം. ഈ ഇൻറ്റേർണൽ IDM എടുത്തപ്പോൾ വീണ്ടും ഇറങ്ങി, ഒരു പ്രീവിയസ് ലോയും കുറച്ചും കൂടി ഇറങ്ങി, വീണ്ടും തിരിച്ച് ഇവിടെ വന്നു പ്രൈസ്. അപ്പോൾ ലാസ്റ്റ് പോകുന്നത് ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞ് ഇതും ഈ ലോയും ടാർഗറ്റ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ PNലേക്ക് പ്രോഫിറ്റ് ആഡ് ആകില്ല, ക്യാപിറ്റലിൽ നിന്ന് ലോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടാർഗറ്റുകൾ ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടാർഗറ്റുകൾ തന്നെ ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ ബ്രേക്ക് ഇവൻ ഇട്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യും, ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് യൂറോയിസ്റ്റിയിലേക്ക് വരാം. യൂറോയിസ്റ്റിയും ഈ മന്ത് തുടങ്ങി ജസ്റ്റ് ഒരു ബിയറിഷിലാണെന്ന വീക്ക് നോക്കുമ്പോൾ ഒരുവിധം പ്രൈസ് ബുള്ളിഷിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കിയാൽ ഡേയ്സിൽ ഒരു 5 ദിവസമായിട്ട് ആ ഒരേ റേഞ്ചിൽ തന്നെ ആയിരിക്കണം. ജസ്റ്റ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ട്യൂസ്ഡേ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. 4 അവറിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ആ ഒരു റേഞ്ചിലാണെങ്കിലും 4 അവറിൻ്റെ IDM എടുത്തിട്ടുണ്ട്. ഡിസിഷൻ ഓബിയിൽ നിന്ന് അവിടെ നല്ലൊരു റിയാക്ഷനും പ്രൈസ് തന്നിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആയിരുന്നു ഈ പൊസിഷനിൽ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു നല്ലൊരു ഹൈ പ്രയോറിറ്റി എൻട്രിയാണ്. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. 1 അവറിൽ വന്നു കഴിഞ്ഞാൽ 1 അവറിൻ്റെ IDM എടുത്തു, ബ്രേക്ക് സ്ട്രക്ചർ തന്നില്ല അല്ലേ. 1 അവറിൻ്റെ എക്സ്ട്രീമിലാണ് പ്രൈസ് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. 1 അവറിൻ്റെ എക്സ്ട്രീം ഇവിടെ ഉണ്ട്, റെസിസ്റ്റനിലാണ് പ്രൈസ് വന്ന് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നല്ലൊരു ഹൈ പ്രയോറിറ്റി എന്ന് വെച്ചാൽ 4 അവറിൻ്റെയും 1 അവറിൻ്റെയും ഉള്ളപ്പോൾ അങ്ങനെയുള്ള ട്രേഡ്സുകളൊക്കെ നല്ല ഹൈ പ്രയോറിറ്റി ട്രേഡ്സുകളാണ്. നല്ല റിയാക്ഷൻ, മൾട്ടിപ്പിൾ POE ഉള്ളൊരു പൊസിഷനിൽ നിന്ന് നല്ല റിയാക്ഷൻ ഉണ്ടാകും. ഫസ്റ്റ് മൂവ്മെൻറ്റ്സ് തന്നെ നല്ല ഒരു റിസ്ക് ഒക്കെ എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന POEകളാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. പ്രൈസ് ഒരു ബിയർഷ് തന്നെ ക്യാൻഡിലായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മന്ത് തുടങ്ങിയതേ ഉള്ളൂ. വീക്ക് നോക്കുമ്പോൾ പ്രൈസ് ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിൽ വന്നു കഴിഞ്ഞാൽ ഡേയുടെ ഒരു OBയിൽ വന്ന് നിന്നു. ആ OBയിൽ നിന്നാണ് പ്രൈസ് പുൾ ബാക്ക് എടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോങ് ടൈം ബൈ എടുക്കുക. ഇവിടെ IDMത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അവറിൽ ഒരു OBയിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ യൂറോയിസ്റ്റിയുടെ സെയിം പാറ്റേൺ അല്ലേ, അതിൻ്റെ അതേപോലെ. അപ്പോൾ നമുക്ക് 1 അവർ നോക്കാം. 1 അവറിൽ ഇവിടെ ഒരു OB ഉണ്ടായിരുന്നു, അത് നോക്കാം. ഉറപ്പായിട്ടും 1 അവറിൻ്റെ OB ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ മിറ്റിഗേഷൻ നടത്തിയില്ല. 4 അവറിൻ്റെ OB ആ ന്യൂസ് സമയത്ത് പ്രൈസ് വന്നേക്കണേണ്ട ഈ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് വീണ്ടും പോയിക്കുന്നത്. പുതിയൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടില്ല. അപ്പോൾ കറൻസികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ബുള്ളിഷിൽ തന്നെയാണ്. എന്നാലും രണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. ബൈ സൈഡിലേക്കൊക്കെ നല്ല ഹൈ പ്രയോറിറ്റി POയിൽ കിട്ടുന്നതൊക്കെ നല്ല രീതിയിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യുക, അല്ലാത്തൊക്കെ പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കുക. അതേപോലെ ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ട്യൂസ്ഡേ 6 PM നമ്മൾ മിനിമം 2 മിനിറ്റിൽ താഴെയുള്ളൊരു വീഡിയോയിൽ ആ ദിവസത്തെ നല്ല ഹൈ പ്രയോറിറ്റി എൻട്രി മാർക്ക് ചെയ്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ആഴ്ചയിൽ എടുക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സും എടുത്ത് പറയുന്ന ഒരു ഗോൾഡ് അപ്ഡേഷൻ വീഡിയോയാണ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന എല്ലാ ട്യൂസ്ഡേയും 6 PM. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള മൂവ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്ന പോലെ ചിലപ്പോൾ മൺഡേ പോകണമെന്നില്ല, എന്നാലും ഇപ്പോൾ പറഞ്ഞ POEകളെല്ലാം വർക്കിംഗ്. പക്ഷേ നിങ്ങൾക്ക് ഡേ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്യൂസ്ഡേയിലത്തെ ആ ഒരു അപ്ഡേഷൻ വീഡിയോ കൂടി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒക്കെ നിങ്ങൾക്ക് നല്ല ട്രേഡ് എടുക്കാവുന്നതാണ്. നല്ല ട്രേഡ്സുകൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട്. പല ആൾക്കാരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും എന്ത് ചെയ്യാതൊന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ശരിക്കും പറഞ്ഞ് ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ Sinu07 എന്നും പറഞ്ഞാണ് ആ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.